ഞങ്ങൾ രാജസ്ഥാനിൽ ത്രിപുര സുന്ദരിയിലെ മാർബിൾ ഐരികൾക്ക് സമീപം വന്നിരിക്കുകയാണ്. ഈ സ്ഥലം പ്രസിദ്ധമാണ് മാർബിൾ ഐരികൾ. അങ്ങ് ദൂരെ കാണുന്ന കുന്നുകൾ പോലെയുള്ള സ്ഥലം കുഴിച്ചു ചെല്ലുമ്പോൾ മനോഹരമായ മാർബിൾ. അതെ, എത്ര അത്ഭുതകരമായിട്ടാണ് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഈ ഭൂമി ഇവിടെ നമുക്ക് നൽകിയിരിക്കുക. കുഴിച്ചു ചെല്ലുമ്പോൾ മനോഹരമായ മാർബിൾ, കുഴിച്ചു ചെല്ലും തോറും മാർബിൾ. അത് നമ്മളുടെ ഭവനങ്ങളെ മനോഹരമാക്കുക. നമുക്ക് വേണ്ട വെള്ളം, വായു, ഫ്യൂവൽസ്, ഇന്ധനങ്ങൾ എല്ലാം, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം ഭൂമിയിൽ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ്. ഓൾ അവർ നീഡ്സ് ക്യാൻ ബി മെറ്റ്. നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം ഉള്ളു. ഈ ആകാശത്തെയും ഈ ഭൂമിയെയും ഈ സസ്യങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയാത്ത കാര്യങ്ങളെയും ഒന്ന് മാത്രമല്ല, ഇതൊക്കെ കണ്ടുപിടിക്കുവാൻ ഉള്ള ബുദ്ധി മനുഷ്യന് ദൈവം നൽകിയിരിക്കുകയാണ്. ഒരു ആനയോ സിംഹമോ ഒന്നും ഈ മാർബിൾ ഐരുകളോ പെട്രോളിയം ഗ്യാസ് റിസർവ്സോ ഒന്നും കണ്ടുപിടിച്ചതായിട്ട് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. ഈ കഴിവുകളെല്ലാം ദൈവം മനുഷ്യന് നൽകി. ഏറ്റവും വലിയ കഴിവ് എന്താണ്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ജബ് തുമ്നെ സമജ്നെ ബൂझने के लिए मन लगाया. നീ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി മനസ്സ് വെച്ചപ്പോൾ ഏറ്റവും പ്രധാനമായി, ഏറ്റവും അത്യാവശ്യമായി, ഏറ്റവും മനോഹരമായത് നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നത് എന്താണ്? ഏറ്റവും ഡീപ്പായിട്ട് നമുക്ക് കടന്നു പോകാൻ കഴിയുന്നത് എന്താണ്? ഈ മാർബിൾ ഐരുകൾ അത് അനന്തമായിട്ട് താഴോട്ട് പോകാൻ പറ്റില്ല. ഒരു ലെവല് വരെ ഉണ്ട്. ഒരു സ്ഥലം വരെ അതിന് താഴോട്ട് പോകാം. അതിന് താഴേക്കില്ല, മാർബിളില്ല. എന്നാൽ അനന്തമായ സാധ്യതയുള്ള ഒന്നുണ്ട്. അതാണ് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ മനസ്സ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദൈവത്തെ മഹത്വത്തിൽ കാണും. ദൈവത്തിന്റെ വചനത്തിന്റെ അഗാധതകളിലേക്ക് നമുക്ക് പോകാം. ദൈവത്തോട് നമുക്ക് അടുക്കാം. ഇത്ര അതിശയകരമായി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ നമുക്ക്, അതെ, ദൈവം നമുക്ക് ബുദ്ധിയും വിവേകവും ശക്തിയും ഒക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാം. എല്ലാ മഹത്വവും എല്ലാ മഹിമയും ദൈവത്തിനാകട്ടെ. ഗോഡ്സ് വേർഡ് സേസ്, ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും കൊടുക്കുന്നു. ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ